എംജി സർവകലാശാല സെനറ്റ് നിയമനങ്ങളിൽ പ്രതികരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തോട് യോജിക്കുന്നില്ലെന്നും ഏതു തരത്തിലുള്ള കാവ്യവൽക്കരണം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ അവരുടെ കാലത്ത് എന്താണ് നടത്തിയെന്ന് ചിന്തിക്കണം. കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണർ ഇടപെടുന്ന രീതി ആരംഭിച്ചത് LDF സർക്കാരിന്റെ കാലത്താണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തോട് ഒരു കാരണവശാലും ഈ സർക്കാർ യോജിക്കുന്നില്ല. അത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ നിലപാട്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. ഏത് തരത്തിലുള്ള കാവ്യവൽക്കരണം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ കാലഘട്ടത്തിൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അവർ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തിൽ ചാൻസലർമാർ അല്ലെങ്കിൽ ഗവർണർമാർ യൂണിവേഴ്സിറ്റികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു രീതി കേരളത്തിൽ ആരംഭിച്ചത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. എത്രയോ അംഗങ്ങളെ, അതായത് ജന്മഭൂമി ലേഖകരായിരുന്ന ആളുകളെ പോലും സർവകലാശാല സെനറ്റിലേക്കും അതുപോലെ തന്നെ സിൻഡിക്കേറ്റിലേക്കും BJPയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ RSSുമായി ബന്ധമുള്ള ആളുകളെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അതുപോലെ നിരവധി ആളുകളെ വൈസ് ചാൻസലർമാരായും ഒക്കെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയമിച്ചത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. അന്ന് ഈ സമരം ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇടയ്ക്കൊരു കാലത്ത് ഗവർണർ സർക്കാർ ഒരു മോക്ക് ഫൈറ്റ് നടന്നു. ആ മോക്ക് ഫൈറ്റ് നടന്ന സമയത്ത് ഒരു ദിവസം മുഖ്യമന്ത്രി ഗവർണറുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. അന്നത്തെ മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ട് കൂടിക്കാഴ്ച നടന്ന അന്ന് സ്വിച്ച് ഇട്ടതുപോലെ സമരങ്ങളൊക്കെ അവസാനിച്ചു. അന്ന് സ്വിച്ച് ഇട്ട് അവസാനിപ്പിച്ച സമരങ്ങളൊക്കെ ഇപ്പോൾ നടക്കട്ടെ. അപ്പോൾ ഇതിന് എന്താണ് താല്പര്യങ്ങളെന്നുള്ളത്, ഈ സമരം ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിരുന്നതെന്നൊക്കെ ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അതൊന്നും ആരും മറന്നിട്ടില്ല. എല്ലാവർക്കും ഷോർട്ട് മെമ്മറിയാണ് എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കാവ്യവൽക്കരണം എന്ന ഒരു നിലപാടിനോട് അല്ലെങ്കിൽ അത്തരം നടപടികളുമായിട്ട് ഒരു കാരണവശാലും യോജിക്കുന്നതല്ല. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്.